നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് ഗ്ലെൻഡോഗിലാണ്. ഗ്ലെൻഡോഗിലെ അപ്പർ ലേക്കിലാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഗ്ലെൻഡോഗ് വരുന്നത് വിക്ലോയിലാണ്. സോ വിക്ലോ ഇന്ന് കവർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പം നമ്മളൊരു 1 ഡേ ഫുൾ ട്രിപ്പാണ് നമ്മൾ എൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ പോകുന്നത്. ഒരു അടിപൊളി കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഗ്ലെൻഡോഗിലെ അപ്പർ ലേക്കിലാണ്. സോ അപ്പർ ലേക്കിൽ കവർ ചെയ്ത് നമ്മൾ പിന്നീട് നമ്മൾ അടിപൊളിയായിട്ടുള്ള വേറെ 3-4 സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. വരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഓൺ ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഗൈസ് കം ഓൺ, ഫോളോ മീ. അങ്ങനെ നമ്മളിവിടെ ഗ്ലെൻഡോഗിലെത്തി. അപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്തു. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് നമ്മൾ നല്ല ഒരു കോഫി കുടിച്ചിട്ട് കയറാമെന്ന് ഓർത്തിരിക്കുകയാണ്. നല്ലൊരു തണുപ്പും കാലാവസ്ഥയാണ്. നമുക്ക് ചൂടുകാലമാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം ഇവിടെ നല്ല വാസ്റ്റ് പാർക്കിംഗ് ആണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഫെസിലിറ്റീസിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യാനായിട്ട് 5 രൂപയാണ് പാർക്കിംഗ് അവർ മേടിച്ചിരിക്കുന്നത്. പാർക്കിംഗ് 5 രൂപയാണ് ഫീ ഉള്ള. എനിക്ക് അൺലിമിറ്റഡ് പാർക്കിംഗ് ആണ് ടൈമിംഗ് ഉള്ള. ഓരോ വണ്ടിക്കും വാനിന് കുറച്ച് 10 രൂപ, ബസ്സിനാണെങ്കിൽ 15 രൂപ, അങ്ങനെയാണ്. 15 യൂറോ, സോറി രൂപയല്ല യൂറോ. സോ അങ്ങനെ നമുക്ക് കാർ പാർക്കിംഗ് 5 യൂറോസാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കോഫി കുടിക്കാം. കോഫി കുടിച്ചിട്ട് നമുക്ക് മെല്ലെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗ്ലെൻഡോഗിലെ അപ്പർ ലേക്കിലായിട്ടാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. കോഫി ഷോപ്സും ടീയും ഐസ്ക്രീംസ് അങ്ങനെ തന്നെ ഉണ്ട്. പപ്പയും അമ്മയുണ്ട്. എത്തി എവിടെയുണ്ട്, ജോഫൂട്ടൻ ഇവിടെ ഉണ്ട്. അവർ ഓൾറെഡി സാധനം എല്ലാം വാങ്ങി. ഇവിടെ നമുക്ക് കോഫി ഷോപ്സ് അങ്ങനെ പലത് കാര്യങ്ങളുണ്ട്. ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്കിവിടെ മാറിയിട്ട് കുറച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്ത് വരുന്നതാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് റീഫ്രഷ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഇതാണ് നമ്മൾ പറയാൻ പാർക്കിങ്. ഈ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ് വരുന്നത്. നല്ലൊരു അടിപൊളി മൗണ്ടൻ വ്യൂ ആണ്. നമുക്ക് വരുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ മൗണ്ടൻസ് കാണാമായിരുന്നു. നല്ലൊരു വ്യൂവും കാര്യങ്ങളാണ്. നല്ല വൈബാട്ടോ. നല്ല ഹെവി മൗണ്ടനാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഒരു ചെറിയ കൃഷി പോലെയെല്ലാം പലതും ഉണ്ട്. അതുപോലെ എന്തോ ആൾക്കാർ കയറി പോകുന്ന വഴികളാണെന്ന് തോന്നുന്നു, അറിയില്ല. ആൾക്കാർ ആരും കയറുന്ന കണ്ടില്ല. ചെറിയ ചെറിയ വഴികളുണ്ടെന്ന് തോന്നുന്നു കയറി പോകാനായിട്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്കിവിടെ മെയിൻ എൻട്രൻസിൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അപ്പം ഇതാണ് നമ്മുടെ അപ്പർ ലേക്കിലുള്ള വഴി. ഇത് നമ്മുടെ ഗ്ലെൻഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പർ ലേക്കിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പനും അമ്മയും മുമ്പിൽ പോകുന്നുണ്ട്. ജോക്കൂട്ടർ ഇവിടെ ഉണ്ട്. എത്തിയ കോഫി കുടിച്ചുകൊണ്ട് അവിടുത്തെ ബാക്കിയുള്ള നോട്ടീസ് ബോർഡും കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. നമുക്ക് കുറേ പൈൻ മരങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഇഷ്ടംപോലെ പൈൻ മരങ്ങൾ കാണാം. പിന്നെ ഒരു കാടിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ ശരിക്കും പോകുന്നത്. നമുക്കങ്ങ് ദൂരെ നമുക്ക് ശരിക്കും നദി കണ്ടുപിടണം. ഒരു നമ്മുടെ റിവർ കാണാം നമുക്ക് ശരിക്കും ഓൾമോസ്റ്റ്. അപ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാരും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ പേര് വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നല്ലോണം വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ മരങ്ങൾ, നല്ലൊരു പ്രകൃതിയായിട്ട് നല്ല വൈബാണ്. നല്ലൊരു വൈബും കാര്യങ്ങളുമാണ്. നല്ലൊരു ഫീലാണ്. ഒരു ചെറിയ തണുപ്പും ഉണ്ട്. നമ്മൾ മെല്ലെ മന്ദം നമ്മൾ പാർക്കിലോട്ട് നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പാർക്കില്ല, സോറി, നമ്മുടെ റിവറിൻ്റെ അങ്ങോട്ട് എത്തുന്നു. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലെൻഡോഗ് അപ്പർ ലേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ്. അങ്ങ് ദൂരെ മലയുടെ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അങ്ങ് ദൂരെ നിന്ന് മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു. ഒഴുകി വരുന്നൊരു വ്യൂ കാണിച്ചു തരാനുണ്ട്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് അങ്ങ് ദൂരെ ജോക്ക് ഷൂ ആണ്. ദൂരെ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ്. ഈ സൈഡിൽ നിന്നും മല ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്നും മല ഇങ്ങനെ വരുന്നുണ്ട്. ആ സ്ലോപ്പിലാണ് ശരിക്കും നമുക്ക് അങ്ങ് ദൂരെ നമ്മുടെ വെള്ളം ഒഴുകി വരുന്നതാണ്. ശരിക്കും മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഭയങ്കര ദൂരമായിട്ട്, ഏകദേശം നല്ല ദൂരമാണ്. നമുക്ക് 1-2 കിലോമീറ്ററെങ്കിലും ദൂരെയാണ് ശരിക്കും ആ മലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം അതിന് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട്
ഒരു അമേസിങ് വ്യൂ ആണ്, ഒന്നും പറയല്ല. നല്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, നല്ലൊരു ഫീൽ കേട്ടോ. ഭയങ്കര ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ. നല്ലൊരു കാമാൻ്റെ ഇതാണ്, സൈലൻ്റ് ഏരിയ ആണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി 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 വരുന്ന വെള്ളം ഇങ്ങനെ നല്ല ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുകി നമുക്ക് അടുത്ത് വരുന്നുണ്ട്. നല്ല വ്യൂ ആണ് കണ്ടോ, നല്ലൊരു ഭംഗിയായിട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഭയങ്കര രക്ഷയില്ല, ഒരു രക്ഷയില്ല, അത്രയും ഭംഗിയാണ്. ശരിക്കും നല്ലൊരു വൈബാണ്. നമുക്ക് വെള്ളത്തിൽ ഇവിടെ ശരിക്കും സ്വിമ്മ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്വിമ്മ് ചെയ്യാൻ, വീഡിയോ എടുക്കാം, അങ്ങനെ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വിമ്മ് ചെയ്യാൻ പറ്റും. നിത്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. കയാക്കിങ്ങും പറ്റും, അതെ കയാക്കിങ്ങും പറ്റും. അപ്പനാണ് ഇവിടെ ഇങ്ങനെ വ്യൂവെല്ലാം കണ്ട് അപ്പനും സൈഡുകൾ നിൽക്കുന്നു. പക്ഷെ നല്ല ഫീലാണ് ശരിക്കും. നമ്മുടെ അയർലൻഡിൽ ഇങ്ങനൊരു വ്യൂ ഉള്ളത് സത്യം പറയാൻ പ്രതീക്ഷിച്ചത്. ഇത്രയും അടിപൊളിയായിരിക്കും. ഇത് ഗ്ലൻഡൻലോഗ് എന്ന് പറയുന്ന അപ്പർ ലേക്കാണ്. ഇത് ഗ്ലൻഡൻലോഗിലെ അപ്പർ ലേക്ക് എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പം അവിടുത്തെ ഒരു കിട്ടെല്ലാം വ്യൂ ആണ്. അത് ശരിക്കും നമുക്ക് വന്ന് കുറച്ചൊരു ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റി കറങ്ങാനുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് കുറച്ച് നടക്കാനും കാഴ്ചകൾ കാണാനുള്ള ഇതെല്ലാം ഉണ്ടാകും. നമുക്ക് ഇത് വരുന്നത് വിക്ലോയിലാണ്. വിക്ലോയിൽ നമുക്ക് കുറച്ച് വേറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അടുത്ത വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം ജോക്കുട്ടൻ ഇവിടെ കുറച്ച് താറാവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിന് ഫീഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമുക്ക് അടിപൊളിയായിട്ട്, നമുക്ക് നാട്ടിലെ താറാവാണ് ശരിക്കും, പക്ഷേ ഇവിടെ എന്താണ് വേറൊരു പ്രത്യേക പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും അടിപൊളിയാണ്. ജോക്കുട്ടൻ കുറച്ച് പോപ്കോണെല്ലാം വാങ്ങി എല്ലാത്തിനും ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പർ ലേക്കിൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ് പോൾ ആൻഡ്സ് വാട്ടർഫോൾ. അപ്പോൾ നമുക്ക് ഇനി പോൾ ആൻഡ്സ് വാട്ടർഫോളിലോട്ടാണ് നമ്മൾ മെല്ലെ നടന്ന് വന്ന്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയൊരു പാലമുണ്ട്. നമുക്ക് അതിൻ്റെ അടിപൊളിയൊരു അരുവി ഒഴുകുന്നതാണ്. നല്ല ക്ലിയർ വാട്ടർ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത നല്ല ക്ലിയർ വാട്ടറാണ്. അടിപൊളി വാട്ടറാണ് എൻ്റെ, നല്ല ഭംഗിയാണ് ഇതിന്. കേട്ടോ നല്ല വ്യൂ. അവിടെ മുകളിൽ കുറച്ച് പേര് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു, പാറയുടെ മുകളിലെല്ലാം ഇരിക്കുന്നുണ്ട്. നല്ലൊരു ഫീലാട്ടോ ശരിക്കും. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. മുകളിലാണെങ്കിൽ അവിടെ നമുക്ക് ഇരുന്ന് വെള്ളം കാലെല്ലാം നനയ്ക്കാൻ നല്ല അടിപൊളിയാണ്. നാട്ടിലെ അരുവികളാണ് ശരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ അപ്പനും അമ്മയും ആൾക്കാർ പലരും ഇതുണ്ട്. ആൾക്കാർ നടന്നു വരുന്നു, പട്ടീനെയും കൊണ്ട് വരുന്നവരുണ്ട് ആൾക്കാർ കുറേ പേര്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന് നമ്മൾ കയറി വന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും എന്താ പറയുക, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാൻ നല്ല നല്ല ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പൈമരം കാണാം. ഇവിടെ തൊട്ട് പുറകിൽ കാണുന്നതാണ് പൈമരമാണ് നമുക്ക് തൊട്ട് പുറകിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കിട്ടുന്ന വ്യൂ ആണ്, ഒരു രക്ഷയിൽ അടിപൊളി വ്യൂ എന്ന് പറയാൻ അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഫോട്ടോ എടുത്ത് മരിക്കാം എന്ന് വേണേൽ പറയാം, അത്രയും വ്യൂ ആണ്. നല്ല അടിപൊളി കേട്ടോ. നമുക്ക് വാട്ടർഫോൾസ് കണ്ടു. വാട്ടർഫോൾസ് കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലോട്ട് കയറി. ഇവിടെ നമുക്ക് ശരിക്കും നടക്കാനുണ്ട്. ഏകദേശം ഒരു 6-7 കിലോമീറ്ററോളം
നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ പലരും ട്രക്കിങ്ങിന് വരുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് ട്രക്കിങ്ങിന് വന്ന് പോകുന്നവരാണ്. അപ്പം ട്രക്കിങ്ങും അഡ്വഞ്ചറസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഇവിടെ വരാം. ഈ മല മൊത്തം നമുക്ക് കറങ്ങാൻ പറ്റും. അങ്ങനെയാണ് താഴത്തെ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഐഡിയ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഗണ്ടർലോക്കിലെ വാട്ടർഫോൾസും അതുപോലെ അപ്പർ ലേക്കിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ താഴെ ഇറങ്ങണം. നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് വേണം മെല്ലെ മൂവ് ചെയ്യാണ്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. നല്ല പോയിൻ്റ് ആട്ടോ, നല്ലൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് കാമാണ്. എസ്പെഷ്യലി നിങ്ങൾ ട്രക്കിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇല്ല കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇത് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം, എൻജോയ് ചെയ്യാം. നല്ല വ്യൂവും കാര്യങ്ങളാണ്. ഫാമിലിയായിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനുള്ള ടൈമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിൽ പോകാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വഴിക്കുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാണ്, ഫുഡ് കഴിക്കാൻ കയറിയതാണ്. നമ്മൾ ഹീത്തർ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമുക്ക് ജോക്കട്ടിനോട് വിശക്കുന്ന ബഹളാണ്. അപ്പോൾ വേളായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ വെയിറ്റിംഗ് ആണ്. നമുക്കറിയാം, നോർമലി നമ്മൾ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് വരുമ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കും ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. ആദ്യം അവർ നമുക്ക് കുറച്ച് ഗ്ലാസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. നമുക്ക് ഗ്ലാസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ആംബിയൻസ് ഏരിയ ആണ്. നമുക്ക് ഇഷ്ടംപോലെ കാർ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ എല്ലാം നമുക്ക് സൈഡിലെല്ലാം ഇരിക്കാം, പലയിടത്തും ഇരിക്കാനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബാർ അറ്റാച്ച്ഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ. നമുക്കതുപോലെ തന്നെ പുറത്ത് കാർ പാർക്കിങ് കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തും വരുന്നുണ്ട്. പാർക്കിംഗ് ഏരിയ എല്ലാ സ്പേസുള്ള നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ജോക്കട്ടിനുള്ള ആപ്പിൾ ജ്യൂസ് വന്നു, ഒരു ഗ്ലാസ് വൈൻ വന്നു, ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നു. ജോക്കോട്ട് എല്ലാവർക്കും ആപ്പിൾ ജ്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് വന്ന ആപ്പിൾ ജ്യൂസ് കൊള്ളില്ല, അതുകൊണ്ടായിരിക്കണം മിക്കവാറും ജോക്കോട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. ഇല്ല, അവൻ എല്ലാവർക്കും കൊടുക്കാതെ കുടിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ കഴിച്ചത്, ദ വിക്ലോ ഹീത്തർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല ആംബിയൻസും കാര്യങ്ങളെല്ലാം ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇച്ചിരി കത്തിയാന്നുള്ളൂ, റേറ്റും കാര്യങ്ങളെല്ലാം കുറച്ച് കത്തിയാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. നമുക്ക് നല്ല ഫുഡ് ഓക്കെ ഇവിടുത്തെ ഐറിഷ് ഫുഡാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഉപ്പും മുളകും ഇല്ലാത്ത നല്ല ഫുഡാണ്. എന്തായാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. നമുക്ക് വേറെ അടുത്തുനിന്ന് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല അധികമായിട്ട്. അപ്പോൾ നമുക്ക് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഒരു ഐറിഷ് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾ കൂടെ ട്രൈ ചെയ്തു. അങ്ങനെ നമ്മളിപ്പം വിക്ടേഴ്സ് വേയിലാണ് എത്തിയിരിക്കുന്നത്. വിക്ടേഴ്സ് വേയിലാണ്. സോ ഇവിടെ നമുക്ക് ചാർജസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് 10 യൂറോ ആണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത്. അഡൽട്ട്സിനാണ് ഫീ ഉള്ളത്, പിള്ളേർക്ക് ഫീസില്ല. അപ്പോൾ അഡൽട്ട്സിനുള്ള ഫീസാണ് 10 യൂറോ ആണ്. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ ഇല്ല, ഇവിടെ വന്നും ക്യാഷ് പേയ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്ത് നമുക്ക് കയറാം. എനിക്ക് തോന്നുന്നു ക്യാഷ് പേയ്മെൻറ്റ് ആണ് നല്ലതെന്ന് തോന്നുന്നു. കുറച്ച് ലാഭം ക്യാഷ് പേയ്മെൻറ്റ് ആണെന്ന് തോന്നുന്നു. ചാർജസ് അഡീഷൻ വരുന്നില്ല, ഓൺലൈൻ പേയ്മെൻറ്റ് അഡീഷണൽ ചാർജസും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വന്ന് നോക്കുക. അവർ ഓൺലൈൻ പേയ്മെൻറ്റാണ് സജസ്റ്റ് ആവുന്നില്ലെങ്കിൽ മാത്രമാണ് അവർ ക്യാഷ് പേയ്മെൻറ്റിലോട്ട് പോവുക. അങ്ങനെ വിക്ടേഴ്സ് ബേ ആണ്. സോ അതൊരു പ്രതിമകളുടെ ലോകമാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കുറേ പ്രതിമകൾ ഇവിടെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്നറിയാം എങ്ങനെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉള്ള. നമുക്ക് കയറി വരുമ്പോൾ ശരിക്കും ഇങ്ങനൊരു രൂപമാണ്. 2 നർത്തകിമാരുടെ ആണെന്ന് തോന്നുന്നു. ഒരു പ്രതിമകളാണ് നമുക്ക് എൻട്രിയിൽ വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് നർത്തകിമാരുടെ ഒരു വ്യൂ ആണ് നമുക്ക് ശരിക്കും എൻട്രി വരുന്നത്.
ഇതിനായിട്ട് ഒരു മുള്ളിൻ്റെ അകത്തൂടെ നമ്മൾ കയറി കുനിഞ്ഞു പോകണം. ഭയങ്കര രസമാട്ടോ. ചെറിയ ആന. അവിടെ ജോക്കുട്ടൻ കയറി വരുമ്പോൾ ഒരു കുഞ്ഞാനയുടെ മുകളിൽ ജോക്കുട്ടൻ കയറിയിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞാനയുടെ മുകളിൽ അപ്പച്ചിയുണ്ട്. ജോക്കുട്ടൻ, ആനയ്ക്ക് സുഖമാണോ? സുഖമാണോ ആനയ്ക്ക്? റിയൽ ആനയല്ലേ? അല്ലേ? അങ്ങനെ ഇവിടെ 3.5 ആനകൾ ഇരിക്കുന്നുണ്ട്. 3.5 ആനകൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് എൻട്രിന്ന് വരുന്ന ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം. എൻട്രൻസിന് വരുന്ന ഇതാണ്. ജോക്കുട്ടൻ ആനയുടെ മുകളിൽ കയറിയിരിക്കുന്നു. നമ്മൾ മെഡിറ്റേഷൻ പാത്തിന് അങ്ങോട്ട് വന്നതാണ്. നമുക്ക് കാണാം. നമുക്ക് ഇങ്ങനെ കാടിൻ്റെ അകത്ത് ഇങ്ങനത്തെ രൂപങ്ങളുണ്ട്. അപ്പം ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് പ്രതിമകൾ പലതും ഉണ്ട് നമുക്കുള്ളിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മെല്ലെ തെർക്കിയാണ്. ഇവിടെ ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറാണ് ഇവർ മൊത്തം കാണിക്കുന്നത്. ഇന്ത്യയുടെ ഒരു മൊത്തം രീതികളും കാര്യങ്ങളും മെഡിറ്റേഷൻ കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇതാണ്. ശരിക്കൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് നമുക്ക് റിലാക്സ് ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് ഇന്ത്യൻസ് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഇതാണ്. കാരണം നമുക്ക് ഇതിങ്ങനത്തെ രൂപങ്ങളും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഉള്ളൊരു ഫീലാണ്. പിന്നെ കൂടുതൽ ഹിന്ദുസിനും കൂടുതൽ അട്രാക്റ്റീവ് ആവും. എന്നാലും നല്ലൊരു ഇതാണ്. നമുക്ക് കുറച്ച് സമയമുള്ളൂ. നമുക്ക് കുറച്ച് നേരമേ ഉള്ളൂ ഇവിടെ. അധികം സ്പെൻഡ് ചെയ്യാനുള്ള ഇതില്ല. സോ കുറച്ച് ടൈമിംഗ് ആണ് ഇവിടെ ഉള്ളത്. ബട്ട് കാണാൻ നല്ലതാണ്, അടിപൊളിയാണ്. എൻട്രി ഫീസ് 10 € വരുന്നത് അഡൽട്ട്സിന് മാത്രം. See you, bye bye.